ജമീലയുടേത്. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട CM സർ, കാനത്തിൽ ജമീലയെ കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ വാക്കുകളോടും പൂർണ്ണമായി യോജിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാകെയും പുരോഗമന പ്രസ്ഥാനത്തിന് വിശേഷിച്ചും നികത്താനാവാത്ത നഷ്ടമാണ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനതലമായ ഗ്രാമപഞ്ചായത്ത് മുതൽ കേരള നിയമസഭ വരെ പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുള്ള വ്യക്തിത്വമായിരുന്നു ജമീല. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനുശേഷമാണ് 2021 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവർ ഈ സഭയുടെ ഭാഗമാകുന്നു. ഭരണരംഗത്തെ ദീർഘകാല പരിചയം ഈ സഭയിലെ ജമീലയുടെ ഇടപെടലുകൾക്ക് തിളക്കമേകി എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. നിയമസഭയിൽ അംഗമായിരുന്ന കാലയളവിൽ ജനജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ എല്ലാ ഗൗരവത്തോടെയും ഈ സഭയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും ജമീലയുണ്ടായിരുന്നത്. ശ്രദ്ധേയയായ നിയമസഭാ സാമാജിക, കരുത്തയായ സംഘാടക, മികച്ച വാഗ്മി, പാർട്ടി പ്രചാരക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയായിരുന്നു കാനത്തിൽ ജമീല. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിലും പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടാനും പരിഹാരം കാണാനും അവർ ശ്രദ്ധിച്ചു. രോഗത്തിൻ്റെ ലാഞ്ചന പോലും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെ പല പൊതുപരിപാടികളുടെയും ഭാഗമായി. അതുകൊണ്ട് തന്നെ രോഗം ഭേദമായി വൈകാതെ തന്നെ കൂടുതൽ സജീവമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കാനത്തിൽ ജമീല നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത്. അതൊന്നും ഒരിക്കലും മായുന്നതല്ല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അവരുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വേണ്ടി ശ്രീ K. ബാബു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമതി കാനത്തിൽ ജമീലയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളോടെല്ലാം ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. സർ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും അംഗമാകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീമതി കാനത്തിൽ ജമീല. മലബാർ പ്രദേശത്തു നിന്ന് നിയമസഭയിൽ വന്നിട്ടുള്ള വനിതാ അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരംഗം ആയിരുന്ന ശ്രീമതി കാനത്തിൽ ജമീല അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധവും മതേതര നിലപാടും ഈ സഭയിൽ എന്നും പ്രകടിപ്പിക്കാറുണ്ട്. 2 പക്ഷമാണെങ്കിലും ഇടവേളകളിലെല്ലാം കാണുന്ന സന്ദർഭത്തിൽ മലബാർ സ്ലാങ്ങിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്താൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം, പ്രത്യേകിച്ച് താഴെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം വളരെ കൂടുതൽ സംസാരിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ഞാൻ ശ്രീമതി കാനത്തിൽ ജമീല
കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ പല പരിപാടികളിലും പങ്കെടുക്കാനും പല കാര്യങ്ങളിൽ പങ്കാളിയാകാനും സാധിച്ചിട്ടുണ്ട്. അന്നെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടത്തക്ക വിധത്തിലുള്ള വശ്യമായ ഒരു പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ വളരെയധികം നേതൃത്വപരമായ നിലപാടും സ്വീകരിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീല 1995 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് തലക്കളത്തൂരിൽ നിന്ന് പഞ്ചായത്ത് അംഗമായത്. അതോടെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന 97 CPM പാർട്ടി അംഗമായി മാറിയത്. തൃക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയും ഒക്കെ അംഗീകാരം നേടാൻ സാധിച്ചത് അവരുടെ വ്യക്തിപരമായ വശ്യമായ നിലപാടുകളും നേതൃത്വപരം സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച് നമ്മളോടൊപ്പം കഴിഞ്ഞ 5 കൊല്ലക്കാലം ഈ സഭയിൽ അംഗമായിരുന്ന ശ്രീമതി കാനത്തിൽ ജമീലയുടെ ആകസ്മികമായ വേർപാട് നമുക്കെല്ലാം അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കിയ ഒരു വാർത്തയാണ്. അവരുടെ വേർപാടിൽ ഞാൻ അങ്ങും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് നിർത്തുന്നു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ഇവിടെ പ്രകടിപ്പിച്ച പൊതുവായ അഭിപ്രായത്തോട് ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജമീല സ്കൂൾ ലീഡറായി ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന് തന്നെ അവരൊരു നേതൃ ഗുണം കാണിക്കാൻ തുടങ്ങി എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 95 ആദ്യമായി കോഴിക്കോട്ടെ തലക്കുളത്തൂർ പഞ്ചായത്തിൽ അവർ പഞ്ചായത്ത് അംഗമാവുന്നതും അതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതും എന്നെല്ലാവരും ഇവിടെ സൂചിപ്പിക്കേണ്ടായി. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. അവിടെ സ്ഥിരം സമിതി അധ്യക്ഷയായി അവരുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയി. അതിനെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് 2005 തുടർന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് തലക്കുളത്തൂർ അവിടെ നിന്ന് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 അവർ കേരള നിയമസഭയിലേക്ക് കൊയിലാണ്ടിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അതേവരെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യമാണ്. മലബാർ മേഖലയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ വനിത എന്നതുകൂടിയാണ് ഞാൻ അവരെക്കുറിച്ച് ഓർക്കുന്നത്. ശ്രീമതി കാനത്തിൽ ജമീല വളരെ നല്ല നിലയിലാണ് MLA എന്ന രീതിയിൽ അവരുടെ പ്രവർത്തനം ഈ നമ്മുടെ നിയമസഭാ വേദിയിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും കാണാൻ കഴിയും. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ എല്ലാ പടികളും ചവിട്ടി കയറി മുന്നോട്ട് വന്ന സഖാവാണ്. 21 MLA എന്ന നിലയിൽ അവരുടെ ഇരുത്തം വന്ന ഒരു നേതാവിൻ്റെ പ്രത്യേകതയോടുകൂടിയുള്ള പ്രകടനങ്ങളും അഭിപ്രായങ്ങളും പ്രസംഗങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വീട്ടിടങ്ങളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഭട്ടതിരിപ്പാടിനെ പോലുള്ള ആളുകൾ പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് 60-67 വർഷങ്ങൾക്ക് ശേഷമാണ് ജനകീയ ആസൂത്രണ സംവിധാനം നമ്മുടെ ത്രിതല പഞ്ചായത്തിൽ നടപ്പാക്കാൻ തുടങ്ങി. അതിന് ശേഷം നമ്മുടെ ഈ പറയുന്ന ഭരണരംഗത്തെ കടന്നു വന്നിട്ടുള്ള സ്ത്രീകളുടെ എണ്ണം അതിലൂടെ മികവ് തെളിയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നു കാനത്തിൽ ജമീല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് ആ പഞ്ചായത്ത് ഭരണത്തിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള പ്രത്യേകമായ കഴിവുകൾ, കുടിവെള്ളക്ഷാമത്തെ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് വെള്ളമെത്തിക്കാനും എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ശ്രീമതി ജമീല നടത്തിയിട്ടുള്ള പ്രധാന ഇടപെടൽ. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയ കുത്തിയിരിപ്പ് സമരം അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. MLA ആയിരിക്കെ മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്താനും ജമീലക്ക് കഴിഞ്ഞു എന്ന് നാം എല്ലാവർക്കും അറിയാം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരിസരവാസികളുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെട്ടതോടെ ദേശീയപാത അധികൃതർക്കും നിർമ്മാണം 10,000 steps. Yes. ഇയാൾ എവിടെ പോയി? എന്തു
പോസാക്കി. ഇന്ത്യയിലെ നമ്പർ 1 വിറ്റമിൻ ഇ ബ്രാൻഡ്. ഇതിന്റെ ആന്റി ഓക്സിഡന്റ് ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സർ, നമ്മുടെ ഈ കാരണത്തിൽ ജമീലെ കുറിച്ച് അങ്ങും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മറ്റു കക്ഷി നേതാക്കളും പറഞ്ഞതിനോടൊക്കെ യോജിക്കുക. ഉദിച്ചു വരികയും പെട്ടെന്ന് പൊലിഞ്ഞു പോവുകയും ചെയ്ത ഒരു ജീവിതമായി പോയി അവരുടേത്. നമ്മളൊക്കെ വളരെ ശ്രദ്ധേയമായ ഒരംഗം, അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ പൊതുരംഗത്തെ അവരുടെ പ്രവർത്തന സാന്നിധ്യം ശ്രദ്ധിച്ച് വരുന്ന ഘട്ടത്തിലാണ് അസുഖബാധയായി പെട്ടെന്ന് അവർ വിടവാങ്ങിയത്. വളരെ ദുഃഖകരമായ ഒന്നായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർ, ഇവിടെ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം എല്ലാ തലത്തിലും മികവ് തെളിയിച്ച് നല്ല പേരുണ്ടാക്കിയ ഒരു വനിത എന്നുള്ള നിലയിൽ അവർ ഇടക്കാലത്ത് അവരുടെ ഈ ജീവിതകാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റിലുള്ളപ്പോഴും അതുപോലെ തന്നെ മറ്റ് നിലയിലും ഒക്കെ പല നിലയിലും അവരുമായി പല കാര്യങ്ങൾക്കും ബന്ധപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവേണ്ട എല്ലാ സൗമ്യമായ രീതിയും അതുപോലെ തന്നെ ഒരു ലക്ഷ്യബോധവും ഒക്കെ അവരിൽ പ്രകടമായി ഏവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിക്കോട് ജില്ലയിൽ അവരുടെ സാന്നിധ്യം ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നല്ല നല്ല പദ്ധതികൾ കൊണ്ടുവരാൻ ഉത്സാഹിച്ച് ശ്രമിച്ചിരുന്നു. മണ്ഡലത്തിലും അതുപോലെ തന്നെ മറ്റു തലത്തിലിരിക്കുമ്പോഴുമൊക്കെ തൻ്റെ ജീവിതം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡറാണ് അകാലത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ദുഃഖത്തിൽ, സഭയുടെ ആ ദുഃഖത്തിൽ അവരോടും അവരുടെ കുടുംബത്തോടും നാടിനോടും ഞാനും എൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ സഭയിലെ അംഗവും തികഞ്ഞ ജനകീയ നേതാവുമായിരുന്ന കാനത്ത് ജമീലയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ സഭയിൽ മടങ്ങിയെത്തും എന്നാണ് പലപ്പോഴും നമ്മൾ വിചാരിച്ചത്. പക്ഷേ കാനത്ത് ജമീല നമ്മളെ വിട്ടുപിരിഞ്ഞു. ജനങ്ങളുമായി നേരിട്ട് സംവാദിക്കാനുള്ള അവരുടെ കഴിവ് തീർച്ചയായിട്ടും കാനത്തിൽ ജമീല എന്ന പേരിനെ തന്നെ ജനകീയമാക്കി. വിനയവും അതോടൊപ്പം ദൃഢനിശ്ചയവും ഒത്തുചേർന്നൊരു വ്യക്തിത്വമായിരുന്നു. സൗമ്യമായ പെരുമാറ്റവും പുഞ്ചിരി തൂകുന്ന മുഖവും ആരെയും എപ്പോഴും ഏത് സമയത്തും അവരെ കാണുന്ന സന്ദർഭങ്ങളിലും സംസാരിക്കുമ്പോഴും ഏക ആകർഷണീയമായിരുന്നു. അത് ജനഹൃദയങ്ങളിൽ പതിഞ്ഞ ആത്മാർത്ഥതയുടെ ഒരു നിറകുടമായി കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ മറ്റു കക്ഷി നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ജില്ലാ പഞ്ചായത്തിന്റെ സാരഥി എന്ന നിലയിലും എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവ സമ്പത്ത് ഒരു ചെറുതായി കാണാൻ കഴിയില്ല. അവിടെയെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഇടപെടലുകളുടെയും പ്രവർത്തനത്തിന്റെയും വലിയ ഒരു നേട്ടമായും ജനങ്ങളോടുള്ള സാമീപ്യത്തിന്റെ ഒരടുപ്പമായി നമുക്ക് കാണാനായിട്ട് കഴിയും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയങ്ങളിൽ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ, അങ്ങനെ ജനകീയ വിഷയങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത്. സ്ത്രീകൾ പൊതുരംഗത്തും രാഷ്ട്രീയത്തിലേക്കും വരണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രവർത്തന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള വഴികൾ കണ്ടെത്താനും പ്രവർത്തന സജ്ജമാക്കി ആൾക്കാരെ നിലനിർത്തുന്നതിനും കാനത്തിൽ ജമീല എന്നും ശ്രദ്ധിച്ചു എന്നുള്ളത് ഈ സഭയിലെ ഓരോ അംഗങ്ങൾക്കും ബോധ്യമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മണ്ഡലത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ഒരു MLA ഏത് നിലയായിരിക്കണം എന്നുള്ള മാതൃകാപരമായ സമീപനം. ഒരു നിയമസഭാ സബ്മിഷൻ വരിക, ഒരു കോളിംഗ് അറ്റൻഷൻ വരിക, അസംബ്ലിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുക, അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ കണ്ട് അത്തരം കാര്യങ്ങൾ സംസാരിക്കുവാനും
അതിനെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി പ്രതീക്ഷിക്കത്തക്ക വിധത്തിൽ അതിനെ കൊണ്ടുവന്ന് തൻ്റെ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് വളരെയേറെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു എന്നുള്ളത് നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സജീവമായിരുന്നു ഈ സഭയിലെ അവരുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും. നടക്കുന്ന കപ്പാട് കടൽഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നം, കുറ്റ്യാടി നദിയിൽ കോട്ടത്തുരുത്ത് ദ്വീപിലെ സൈറ്റ് പ്രൊട്ടക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം അതെല്ലാം സബലീകരിക്കാനായിട്ട് ശ്രമിച്ച് നടത്തിയ അവരുടെ ശ്രമങ്ങൾ വിജയം കണ്ടെങ്കിലും ഇന്ന് കാനത്തിൽ ജമീല നമ്മോടൊപ്പം ഇല്ല എങ്കിലും ആ ജനത്തിനു വേണ്ടി നടത്തിയ പോരാട്ടമാണ് ജനകീയമായ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്ന് എന്ന് വരും തലമുറ ഓർത്തിരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവരെ സജ്ജമാക്കി മുന്നോട്ട് പോയി എന്നുള്ളതിൽ ധന്യമായ ഒരു ജീവിതമാണ് അവർ നയിച്ചത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അകാലത്തിൽ നമ്മളെ വേർപെട്ടു. അവരുടെ പ്രവർത്തനങ്ങളും രീതികളും നമ്മുടെ സഭയെയും ജനത്തെയും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് വളരെ ഉപകരിച്ചിട്ടുണ്ട്. നിലപാടുകളിൽ ദൃഢനിശ്ചയവും സൗമ്യമായ പ്രവർത്തനവും വേറിട്ട് നിന്ന യാഥാർത്ഥ്യബോധത്തോടുള്ള ചിന്തകൾ കിടനൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ദേഹവിയോഗത്തിന് അകാലമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. നമ്മളെല്ലാം സഹപ്രവർത്തകയായി ഈ നിയമസഭയിൽ അംഗമായി ഇവിടെ സജീവമായി പ്രവർത്തന രംഗത്ത് നിൽക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ സഹപ്രവർത്തകയായ ശ്രീമതി കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിവിധ കക്ഷി നേതാക്കളും പ്രകടിപ്പിച്ച വികാരങ്ങളോട് പൂർണ്ണമായും ഞാൻ യോജിക്കുകയാണ്. സർ, ഇന്ത്യയിലും കേരളത്തിലും 2000 കാലഘട്ടത്തിൽ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയപ്പോൾ അതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന്റെയും വനിതാ പ്രാതിനിധ്യത്തിന്റെയും പ്രാധാന്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ സജീവതയോടെ രാജ്യമെമ്പാടും പ്രത്യേകിച്ചും കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ വളർന്നു വരാൻ കഴിയുന്ന, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന നിരവധി പ്രതിഭകളായ വ്യക്തിത്വങ്ങൾ നമ്മുടെ വനിതകൾക്കിടയിൽ സമൂഹത്തിലുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു മഹിളാ രത്നമാണ് യഥാർത്ഥത്തിൽ ശ്രീമതി കാനത്തിൽ ജമീല എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട എല്ലാ വിവിധ കക്ഷികളെ പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച പോലെ പ്രാദേശിക തലങ്ങളിൽ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ നിയമസഭാംഗം വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരാൻ വനിതകൾക്കിടയിൽ നിന്ന്, ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് കഴിയുക എന്ന് പറയുന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും ജനങ്ങളുടെ ശക്തമായ പിന്തുണയിലൂടെയും മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അക്കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സ് ആർജിക്കുവാൻ കഴിഞ്ഞ, അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുൻനിരയിലേക്ക് വരാൻ കഴിഞ്ഞ വ്യക്തിത്വമായിട്ടാണ് കാനത്തിൽ ജമീലയെ നമുക്ക് കാണാൻ കഴിയും. നിയമസഭയിൽ ഭരണമുന്നണിയുടെ ശക്തയായ ഒരു പോരാളിയായിട്ട് എപ്പോഴും ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏത് ഘട്ടങ്ങളിലും ശക്തമായ ഇടപെടലുകളിലൂടെ ഭരണമുന്നണിക്ക് വേണ്ടി വാദിക്കുവാൻ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടപെടാൻ മറ്റാരും തയ്യാറാകാതിരിക്കുമ്പോഴും കാനത്തിൽ ജമീല ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി അവസരം പ്രസംഗിക്കുവാനോ ചോദ്യം ഉന്നയിക്കുവാനോ പോയിന്റ് ഓഫ് ഓർഡറിനോ ഒന്നും വേണ്ടി കാത്തു നിൽക്കാതെ ഇടപെടലുകൾക്ക്, സംയോജിതമായ ഇടപെടലുകൾക്ക് ചാടി വീഴുന്ന കാനത്തിൽ ജമീലയെ എപ്പോഴും ഞങ്ങൾ അത് അവരോട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ശ്രീ കെ ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ താഴത്തെ ക്യാൻറ്റീനിൽ ഒരു വനിതകളെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ചർച്ചയ്ക്ക് ചെറിയ അവസരം കിട്ടുമ്പോൾ കാനത്തിൽ ജമീലയുടെ തീപാറുന്ന പോരാട്ടത്തിന്റെ ശക്തമായ നിലപാടുകളെ കുറിച്ച് എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നത് ഒരു നിത്യസംഭവമാണ്. സർ, ഇങ്ങനെ വളരെ സജീവതയോടെ പ്രവർത്തിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ രോഗബാധിതയായി മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീമതി കാനത്തിൽ ജമീല നിയമസഭാംഗം എന്ന നിലയിലും മറ്റ് ജനപ്രതിനിധി എന്ന നിലയിലും നമ്മുടെ കേരളത്തിന് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും ചെയ്ത വിലപ്പെട്ട സേവനങ്ങളെ ആദരവോടുകൂടി വിലയിരുത്തുന്ന സന്ദർഭമായി ഈ അനുശോചനത്തിന്റെ അവരെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭം മാറുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീലയുടെ വിലപ്പെട്ട സംഭാവനകൾക്ക്, അവരുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞാൻ അവരെ പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അവരുടെ കാനത്തിൽ ജമീലയുടെ ആത്മാവിന് സർവശക്തൻ നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. സാർ, ബഹുമാനിയായ നമ്മുടെ സഹപ്രവർത്തക ശ്രീമതി കാനത്തിൽ ജമീലയെ സംബന്ധിച്ച് അങ്ങും മുഖ്യമന്ത്രിയും മറ്റ് കക്ഷി നേതാക്കളും പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാനും പൂർണ്ണമായി യോജിക്കുകയാണ്.
15ാം കേരള നിയമസഭയിൽ ആദ്യമായിട്ടാണ് നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് കാനത്തിൽ ജമീല ഇവിടെ എത്തുന്നത്. എന്നാൽ തന്നെ ത്രിതല പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലും അധ്യക്ഷയായും ഭരണാധികാരിയായും പ്രവർത്തിച്ച് ഒരു അനുഭവ കരുത്തുമായിട്ടാണ് നിയമസഭയിൽ ആദ്യമായി എടുത്തത്. അതുകൊണ്ടൊരു പുതുമുഖത്തിന്റെ യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യാനുള്ള സ്വതവേ സിദ്ധിച്ച ഒരു ശേഷിയുമായിട്ടാണ് കാനത്തിൽ ജമീല നിയമസഭയിൽ എത്തുകയും ഈ കാലഘട്ടം അത്രയും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. നിലപാടുകളിലെ കാർക്കശ്യം, അതേസമയം തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിലെ സൗമ്യഭാവം. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ കാനത്തിൽ ജമീലയോട് സംസാരിച്ചപ്പോൾ പോലീസ് വാഹനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പൊളൈറ്റ് ബട്ട് ഫേം എന്ന വാക്ക് കൃത്യമായി യോജിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല എന്ന് അവരോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ മാത്രമല്ല, സ്ത്രീപക്ഷ നിലപാടുകളിൽ, അതോടൊപ്പം തന്നെ നിയമസഭയിൽ ഏത് സമയത്തും ഇടപെടേണ്ട ആവശ്യമുള്ളപ്പോൾ കൃത്യമായി ഇടപെടാനുള്ള ആർജവം കാട്ടിക്കൊണ്ട് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും ആ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന മുന്നണിക്കും വേണ്ടി പടപൊരുതുന്ന ഒരു പോരാളി എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കക്ഷികളിൽ പെട്ട ആളുകളോടും വ്യക്തിബന്ധങ്ങളും സൗഹൃദവും സൗമ്യത്തോടെയുള്ള പെരുമാറ്റവും കാനത്തിൽ ജമീലെ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്നത് ഞാൻ കൃത്യമായി ഓർക്കുകയാണ്. ഈ സഭയിൽ എപ്പോഴൊക്കെ സ്ത്രീപക്ഷ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ചയുണ്ടായോ അപ്പോൾ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു. എല്ലാവരോടും സൗഹൃദമായി പെരുമാറുന്ന ഒരു മുഖം, എപ്പോഴും സന്തോഷവതിയായി, എന്നാൽ അതേസമയം തന്നെ നിയോജകമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങളിൽ അവിടുത്തെ വികസന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും, അത് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഒരിക്കലും പദവികൾ ആസ്വദിക്കാൻ വേണ്ടി ഉപയോഗിക്കാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ ഫലകരമായി കൈകാര്യം ചെയ്ത് സഫലമായ ഒരു ജീവിതം പൂർത്തിയാക്കി എന്ന് മാത്രം നമുക്ക് സമാധാനിക്കാം. അകാലത്തിൽ പൊലിഞ്ഞ ശ്രീമതി കാനത്തിൽ ജമീലയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. എന്റെ പാർട്ടിയുടെ അനുശോചനം അറിയിക്കും. സർ, അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇവിടെ നേതാക്കളൊക്കെ ഉന്നയിച്ച പൊതുഅഭിപ്രായത്തോട് യോജിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായിരുന്ന കാനത്തിൽ ജമീലയുടെ അകാല നിര്യാണം ഏറെ വേദന അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ത്രിതല പഞ്ചായത്തുകളിലൂടെ വിവിധ സ്ഥാനങ്ങളിലൂടെ കടന്നു വരികയും അവിടെ വിവിധ അധ്യക്ഷ പദവികളിലൂടെ കടന്നു വന്ന വലിയൊരു അനുഭവ സമ്പത്തുമായിട്ടാണ് അവർ നിയമസഭയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി വിഷയങ്ങളിലേക്ക് അവർ കടക്കുകയും അതിൻ്റെ അകത്ത് കൂടുതലും ഇവിടെ പ്രതിപാദിച്ചതുപോലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ സഭാതലങ്ങളിൽ കൊണ്ടുവരുവാനും സർക്കാരിൻ്റെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും അവരെപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക കൂട്ടായ്മകളിൽ അവരെപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഒന്ന് തന്നെ. വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവർ അധ്യക്ഷ പദവികളിൽ ഇരുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ, അവരൊരു ലേഖനത്തെ സംബന്ധിച്ച് കാനത്തിൽ ജമീൽ മരണശേഷം ഒരു ലേഖനം വായിച്ചപ്പോൾ അവർ ഇരുന്ന എല്ലാ അധ്യക്ഷ പദവികളിലും വിവിധ ത്രിതല പഞ്ചായത്തുകളിലും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻതൂക്കം നൽകുവാൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. അഭിപ്രായങ്ങളിൽ എപ്പോഴും വ്യക്തത ഉണ്ടാവും. വിവിധ വിമർശനങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തോടൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയായിരുന്നു. ഇവിടെ അടിയന്തര പ്രമേയങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എപ്പോഴും അത് തടസ്സപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴും പറയുന്ന ഓരോ വാക്കുകളും പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ അതിനെ തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നത് ഓർത്തു പോവുകയാണ്. സഭയിലും വിവിധ കമ്മിറ്റികളും കാനത്തിൽ ജമീലയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഹൃദ്യമായ അനുഭവമായി മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. സാർ, കാനത്തിൽ ജമീല എന്ന എൻ്റെ സഹോദരിയുടെ വേർപാട് ഏറ്റവും അധികം ദുഃഖവും പ്രയാസവും ഉളവാക്കിയതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കാനത്തിൽ ജമീല. പ്രത്യേകിച്ചും എൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം. കാരണം നിയമസഭയിൽ വരുമ്പോഴും അല്ലാതെ ഏറെ കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിത്വം. സാർ എൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും
കാനത്തിൽ ജമീല പറയുന്ന ഒരു വാക്കുകളുണ്ട്. അങ്ങയുടെ പ്രസംഗം ഞങ്ങളെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്നു, അതിനേക്കാൾ സന്തോഷിപ്പിക്കുന്നു. പക്ഷേ ദൈവവചനം പറയാതെ താങ്കൾ ഒരിക്കലും പ്രസംഗം നിർത്തരുത് എന്നെനിക്കൊരു ഉപദേശം തന്ന വ്യക്തിത്വമാണ് കാനത്തിൽ ജമീല. എന്നെ സംബന്ധിച്ച് സാർ ഒരു വലിയ ഷോക്കാണ് ഈ ന്യൂസ്. കാരണം അങ്ങനൊരു അസുഖബാധിതയാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം അവരുടെ വേർപാട് വളരെയധികം ദുഃഖമുളവാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്. സർവവിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ലാസർ മരിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ മാർത്തയും മറിയയും 2 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാർത്ത പറഞ്ഞ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നുള്ളൊരു വാക്യം ഹൃദയത്തിനകത്ത് വളരെയധികം വേദനയുള്ള ഒരു വാക്യമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച ഒരു വിഷയം ഇതാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരായ സഹോദരങ്ങൾ. കാരണം പല ആൾക്കാരും മനസ്സിൽ കൂടെ കടന്നുപോയി, പ്രിയങ്കരനായ എൻ്റെ സഹോദരൻ തോമസ് ചാണ്ടി, കൊടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ ഉമ്മൻചാണ്ടി സാർ, ഇങ്ങനെ പല ആൾക്കാരും ജീവിതത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അവരുടെ ആ ദീപ്തമായ ഓർമ്മ കാരണം നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. കാരണം ഇവരുടെ എല്ലാം മരണം, കാരണം നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്, ഈ ലോകത്തിൽ ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ എന്ന് നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഏത് മനുഷ്യനും കുറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ് ലോകത്തിൽ. നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമെന്നുള്ള കാരണം ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. പ്രിയങ്കരിയായ കാനത്തിൽ ജമീലയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ നാടിന്റെയും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കും. നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിവസമാണ് ഇന്ന് അന്തരിച്ച കാനത്തിൽ ജമീലയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുകയാണ് സഭ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കാനത്തിൽ ജമീലയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്.